ആത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ കൊന്നിട്ട് ഇദ്ദേഹം ഉണ്ട് ഈ പടത്തിൽ മാധവ് സുരേഷ്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കൊന്നിട്ട് എന്തിനാടാ കൊന്നിട്ട്? ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നത്? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. അത് ഞാനും കേട്ടു. മാധവ് സുരേഷ് നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഭാവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊന്നിട്ട് നമ്മൾ അനാഥരാണ്, പക്ഷേ നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. സൈൻ ചെയ്യുന്നതിനും ഇന്റർവ്യൂവിൽ പോയി തగ్గടിക്കുന്നതിനും ഒക്കെ ഇടയിൽ ഒന്ന് അഭിനയത്തിന്റെ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനാടാ ദിനേശ് നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? കാരണം തിയേറ്ററിൽ ഇദ്ദേഹത്തെ കാണിക്കുന്ന ഓരോ സീനിലും എല്ലാവരും ചിരിക്കുകയായിരുന്നു, വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോഴും. ആത്മബലം ചോർന്നു പോകില്ല ഷാജിമോന്റെ. ഈ സിനിമയുടെ OTT പ്രിന്റ് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ അനാഥരാണ്, പക്ഷേ ഗുണ്ടകളല്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. നമ്മൾ അനാഥരാണ്, പക്ഷേ ഗുണ്ടകളല്ല എന്ന ഡയലോഗിന് ശേഷമുള്ള ബാക്കി സാധനങ്ങളും കൂടി ഈ സിനിമയിൽ നിന്ന് കിട്ടും. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. അഭിനയിക്കാൻ അറിയാൻ പാടില്ലേ? എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.